ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എൻ്റെ ഈ റൂം കിടക്കുന്ന കിടപ്പ് കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ റൂമെന്ന് ഒരിക്കലും പറയത്തില്ല, കാരണം മൊത്തം വലിച്ചു വാരി എല്ലാം ഓരോ സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി ഈ റൂം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കണ്ടല്ലോ, എല്ലാം വലിച്ചു വാരിയതോ കുറേതോ തറയിലിട്ടിരിക്കുന്നു, കുറെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു, കുറേതോ അങ്ങ് കട്ടിൽ കിടക്കുന്നു, കുറെ ഇങ്ങ് കിടക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും ഒതുക്കി റൂം ഒന്ന് മേക്ക് ഓവർ ആക്കി എടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കും. നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാഴ്ചകളായിട്ട് ആൻഡ്രോ വ്ളോഗ് ചെയ്യുന്ന ചാനൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിച്ച് നമ്മളോടൊപ്പം കൂടിക്കോ. നല്ല എൻജോയ്മെന്റ് ഉള്ള ഒരു ചാനലായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയായ ഈ കാണുന്ന ഈ റൂം ഒതുക്കലിലോട്ട് നമുക്ക് പോയിട്ട് വരാമല്ലോ. നമുക്ക് പോയിട്ട് വരാം. ഏവജവരെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന സാധനമാണ്. കാരണമുണ്ട്, ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇത് അവിടെ ഒരറ്റത്ത് വെച്ചിട്ട് മൊബൈൽ അതിൽ വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു തരുന്ന സാധനം ഇതാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന നമ്മുടെ ട്രൈപോഡ്. വെറും 100 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. അതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി എന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ട്രൈപോഡിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ പരിപാടികളൊന്ന് തുടങ്ങിയാലോ. അങ്ങനെ നമ്മുടെ ട്രൈപോഡ് നമ്മൾ ദാണ്ട ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മൊബൈൽ ഒന്ന് അതിൽ വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തിട്ട് ഈ കാണുന്ന റൂം മൊത്തം ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. നമ്മളങ്ങനെ ആദ്യം ഒതുക്കാൻ പോണത് ഈ കാണുന്ന മേശയാണ്. അതായത് ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടോ, പഠിക്കുന്ന മേശപ്പുറത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ മേശപ്പുറം ഒന്ന് ഒതുക്കിയിട്ട് ബാക്കി താഴെ ഇരിക്കുന്ന ബുക്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറ്റാം. ആദ്യം നമുക്ക് ഈ മേശപ്പുറം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഈ ഇരിക്കണതൊക്കെ എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന PSC ബുക്കുകളാണ് കേട്ടോ. ഈ കാണുന്ന കേട്ടോ, ഇതൊന്നും മാത്രമല്ല, ഇതിന്റെ 2 ഉണ്ട്. അതും അങ്ങ് താഴെ കിടക്കുക. അപ്പൊ ഇത് വോളിയം 1, വോളിയം 2ഉം 3ഉം അങ്ങ് കിടക്കുന്നു. അപ്പം വോളിയം 1 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിലാണുള്ളത്. അപ്പൊ നമ്മള് ഒരു ബുക്ക് എവിടെ ഇരിക്കുന്നു, 2 അങ്ങ് കിടക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുക നമ്മുടെ PSC ബുക്കാണ് കേട്ടോ. ഇതെന്ന് പറയണത് നമ്മുടെ ഒരു ചേട്ടൻ ആ വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി തന്ന ഒരു മൈക്കാണ് കേട്ടോ. റാഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൈക്കാണ്. അപ്പോൾ എല്ലാം സേഫ് ആയിട്ട് എന്നോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ മൈക്ക് തന്ന ചേട്ടനോട് നന്ദി പറയുന്നു വീഡിയോയില്. അതുപോലെ തന്നെ ഇത് എന്റെ വാച്ചാണ്. ഇതെന്നാത്ത സാധനമെന്നറിയോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഒക്കെ ഇളക്കത്തില്ലേ. ഞാൻ ഇവിടെ വാങ്ങിച്ചത് കോഴിയൊക്കെ നമ്മൾ സെയിലുണ്ട് കേട്ടോ. അപ്പൊ ഈ കോഴീനെ ഇങ്ങനെ തൂക്കിയിടുക, ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെയിറ്റ് ഇവിടെ അറിയാൻ പറ്റും. അതാണ് ഈ സാധനം. എന്തായാലും പറഞ്ഞു പോണതിനോട് നിങ്ങളുടെ പരിചയപ്പെടുത്തി പോവാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫിഷ് കൊറിയർ അയച്ച സമയത്ത് നമ്മൾ ചെയ്ത ഒരു ടാപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബ്രൗൺ ടാപ്പ്, അങ്ങനെ എന്താണ് പേര്. ഇതെന്റെ വോട്ടർ ID, ഇതെന്റെ സ്കൂളിലെ ഡിഗ്രിയിലെ കോളേജിലെ ID കാർഡ്, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ചെറിയൊരു പപ്പട കച്ചവടമുണ്ട്. അപ്പൊ അതിൽ വയ്ക്കുന്ന ലേബൽ അതിവിടെ പഠിക്കാതിരുന്ന സമയത്ത് എല്ലാം വരച്ച് കാണിച്ചു വെച്ചിരിക്കുന്ന വേലത്തിനെ കണ്ട. ഇനിയുണ്ട്. ഇതെന്ന് പറയുന്നത് PSCയുടെ നമ്മൾ എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് PSCയുടെ ഹാൾ ടിക്കറ്റ്. എല്ലാം കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടാണ് ഇട്ടിരിക്കുക. ഇനിയുണ്ട് കേട്ടാ, കണ്ട എന്റെ ആധാർ കാർഡ്. നിങ്ങളൊക്കെ ആധാർ കാർഡ് എവിടെ വെച്ചിരിക്കണേ? ഇതെന്റെ ഹെൽമെറ്റ്, ഇതിനെ കവർ കേട്ടാ. ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. മേശപ്പുറം നമ്മൾ ഒതുക്കിയെടുത്ത കേട്ടോ. ഇനി ഇതിന്റെ നമുക്ക് സ്ഥാനം ഒന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വേറെ രീതികൾ നോക്കിയല്ല. എനിക്കൊന്നൊരു സ്വഭാവമുണ്ട്, കാരണം കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും, മേശ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അപ്പൊ നമുക്ക് ഈ മേശ ഒന്ന് ചേഞ്ച് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് ആക്കാം. എന്നിട്ട് ഈ ബുക്കുകളെല്ലാം ഇതിലൊന്ന് അടുക്കി വെക്കാം. ഓക്കെ, പക്ഷെ ഇന്ന് ചെയ്യാനുള്ളത് ഈ കാണുന്ന ഭാഗത്ത് കിടക്കുന്നില്ലേ കുറച്ച് ബുക്കും അങ്ങനത്തെ ഒരു തുണികളാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഇതൊന്ന് ഒതുക്കിയിട്ട് ആ മേശയിൽ ഇങ്ങോട്ടാക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒതുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗോബോ സറൗണ്ട് എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ്, ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിന്റെ റിവ്യൂ നമ്മൾ ചാനലിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്റെ ഡിഗ്രിക്കുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. ഇതെല്ലാം എവിടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതല്ല, പക്ഷെ ഓരോ സമയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരുമ്പോൾ എല്ലാം മാറി മാറി കിടക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് പേപ്പർ, നമ്മുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക്, എല്ലാം ഓരോന്നും ഓരോ സ്ഥലത്തായിട്ട് മാറ്റി മാറ്റി കിടക്കുക. ഇതെല്ലാം നമുക്ക് ഒരിടത്താക്കണ്ടേ. അങ്ങനെ
അങ്ങനെ എല്ലാം നമ്മൾ ഒതുക്കുകയാണേ. നമ്മൾ സ്വിഗ്ഗി ഓടാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ച ഗ്ലൗസ്. നിങ്ങൾ അങ്ങനെ തന്നെയാണോ? നിങ്ങളുടെ വീട്ടിലും ഓരോന്നും ഓരോ സ്ഥലത്തൊക്കെയാണോ വലിച്ചൊരിട്ടിരിക്കുന്നത്? ഞാൻ വലിച്ചൊരിട്ടിരിക്കുന്നെന്നും പറയാം, ഒതുക്കി വെക്കാത്തെന്നും പറയാം കേട്ടാ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രിക്കുള്ളതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ PSC വോളിയം 2, വോളിയം 3, നേരത്തെ കാണിക്കുന്ന വോളിയം 1ന്റെ ബാക്കിയാണ് കേട്ടാ. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി എല്ലാം നമുക്ക് ഇന്നെല്ലാം ഇവിടെ ഒതുക്കിയിട്ടേണ്ട കാര്യം. അതുപോലെ തന്നെ ഒരു ഡയറി, പിന്നെ എൻ്റെ അമ്മയുടെ ഫോട്ടോ, പിന്നെ ഇതെന്ന് പറയുന്ന ക്ലോക്കാണ് കേട്ടോ. വീട് വെച്ചിട്ട് 8 വർഷം ആവാറായി, ഇതുവരെ ഓടാത്ത 2 ക്ലോക്ക് ഇനിയും ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എവിടെ എത്ര ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് എന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച ബോയ്സ് സ്കൂളിലുള്ള ഫോട്ടോ ഉണ്ടാ. അങ്ങനെ ഇതെല്ലാം ഇവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇവിടെ ഭംഗിക്ക് വേണ്ടി ഇട്ട മേറ്റാണ്. അതിൽ നമുക്ക് ഇപ്പൊ ഭംഗിയാക്കാം. അങ്ങനെ അതും പോട്ടെ. അടുത്ത മേറ്റ് ഇതെല്ലാം ഭംഗിക്ക് വേണ്ടി ഇവിടെ ആക്കാൻ വേണ്ടി എടുത്തിട്ടതാ. അങ്ങനെ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കിടക്കുന്ന തുണികളൊന്ന് അങ്ങോട്ട് നീക്കിയിട്ട് ആ ഇരിക്കുന്ന മേശയിൽ നമുക്ക് ഇങ്ങാക്കണം. എന്നിട്ട് ഈ ബുക്കെല്ലാം എടുത്ത് അതിന്റെ പുറത്താക്കാം. അപ്പൊ കുറച്ചൊന്ന് വൃത്തിയാവും. ഓക്കെ, വെച്ചാൽ നമ്മൾ ഇവിടെ എത്ര തൂത്ത് വൃത്തിയാക്കിയാലേ മേശയും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് വൃത്തിയാക്കാം. എന്നിട്ട് നമുക്ക് മേശയെ ഇങ്ങാക്കാം. എന്നിട്ട് ഈ തുണികളെല്ലാം നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്രയും തൂത്ത് വൃത്തിയാക്കിയാണ് എങ്കിൽ മാത്രമേ നല്ല ഭംഗിയിൽ കിടക്കത്തുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മുടെ മുറി ഭംഗിയാക്കിയിടണ്ടേ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ പൊടികളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഈ കമ്പികളൊക്കെ പറയണത് ഇതിന്റെ സൈഡിൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ്. എല്ലാം വെളിയിൽ വന്ന് കിടക്കെ. അങ്ങനെ അതിനെ ഒളിപ്പിച്ച് വെക്കാം. അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയാലോ. അങ്ങനെ നമ്മളെല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മേശേനെ ഇങ്ങാക്കിയിട്ട് ബുക്കെല്ലാം എടുത്ത് വെക്കാം. ഞാൻ ഇങ്ങനെ താന്ന് നിൽക്കുന്നത് ക്യാമറ എത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇപ്പൊ മേശ ഇങ്ങാക്കിയിട്ട് ബുക്കിംഗ് ആക്കാം. ഓക്കെ, ഞാൻ പറയാം. അങ്ങനെ വീഡിയോ എടുക്കുന്നപ്പോ കറണ്ട് പോയി. എന്തായാലും മേശ നമ്മൾ ഇപ്പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന തുണി ഇതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ബുക്കൊക്കെ അടുക്കി വെക്കാം. ഓരോ സൈഡിൽ നമുക്ക് ഒതുക്കി വരാം. അങ്ങനെ നമ്മൾ ഒതുക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിക്കിരിക്കും. കറണ്ട് വരുന്നു പോകുന്നു, അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ നമ്മള് മേശ ഇവിടെ റെഡിയാക്കി. ഇനി നമുക്ക് ബുക്ക് എടുത്ത് ഇവിടെ വെക്കാം. പക്ഷെ പറയാം, അങ്ങനെ നമ്മുടെ മേശ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേട്ടോ. പിന്നെ നമുക്ക് PSC ബുക്കും അതുപോലെ ഡിഗ്രിക്ക് പഠിക്കാനുള്ള ബുക്കും ഇതിലോട്ടാക്കാം. ഞാൻ ചിന്തിച്ചു നമുക്ക് ഓർഗൻ ഉണ്ട്, അപ്പൊ ഓർഗൻ എടുത്ത് വെക്കാന്ന് കരുതി. അപ്പൊ എന്തായാലും ഓർഗൻ അങ്ങോട്ട് മാറ്റാം. ഇതാകുമ്പോൾ ജനൽ തുറന്നിട്ട് എവിടെയെങ്കിലും പഠിക്കാമല്ലോ. അപ്പൊ നമുക്ക് ആ ബുക്കുകളെല്ലാം ഇതിലോട്ടാക്കാം. അതേപോലെ അങ്ങനെ നമ്മുടെ ബുക്കെല്ലാം നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം PSC ബുക്ക് തന്നെ അടുക്കി വെക്കാം. അതാകുമ്പോൾ നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കത്തില്ലേ. അങ്ങനെ വോളിയം 1, വോളിയം 2, വോളിയം 3 ഇത് 3ആണ് നമ്മുടെ PSC ബുക്കിൽ വരുന്ന ഇത്തിരി കടുപ്പമുള്ള ബുക്കുകൾ കേട്ടോ. എന്തായാലും ഇത് ഈ അറ്റത്ത് അങ്ങ് ഇരിക്കട്ടെ. ബാക്കി നമ്മൾ ഡിഗ്രിയിലത് അപ്പർ സൈഡിൽ വെക്കും. ഇത് PSCയുടെ ഒരു റാങ്ക് ഫയലാണ്. ഇത് വന്നിട്ട് SI ടെസ്റ്റ് ചെയ്താലുള്ള അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്. ഇത് വന്നിട്ട് CP ഒരു സ്പെഷ്യൽ ടോപ്പിക്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെക്കാനുള്ളത് ഡിഗ്രി വേണ്ട. ഡിഗ്രിക്കുള്ള എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എത്ര സെമ്മിന്റെ? ഇത് 5ാമത്തെ സെമ്മിന്റെ ആണ് കേട്ടോ. ബാക്കിയൊക്കെ ഇവിടെയോ ഉണ്ട്. 6 വരെ ആയി, പക്ഷെ ബാക്കിയൊന്നും കാണാനില്ല. ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇത്ര 5ാമത്തെ സെമ്മിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ പറയട്ടെ, ഞാൻ പഠിക്കുന്ന ഡിഗ്രിയാണ് കേട്ടോ. അപ്പൊ ഡിഗ്രിയും PSCയും പഠിക്കുകയാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ കുറച്ച് നോട്ട്ബുക്ക് ആണ്. അപ്പൊ എല്ലാം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ PSC ഒക്കെ എഴുതി പഠിക്കുന്ന നോട്ട്ബുക്ക് കേട്ടോ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ സൈലത്തിന്റെ ക്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന നോട്ട് എഴുതേണ്ട ബുക്കാണ്. അപ്പൊ ഇത് രണ്ടും ഇത് 3 മൊത്തം 5 ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബുക്കും കൂടെ ഇവിടെ ഇരിക്കട്ടെ. അതാകുമ്പോ നല്ല കാണാൻ ഭംഗിക്കിരിക്കല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ടിനെ നിന്ന് വാങ്ങിച്ച ടെസ്റ്റ് ആണ് കേട്ടോ. പുള്ളിക്കാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടെ ഇട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 6ാമത്തെ സെമ്മിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 6ാം സെമ്മിൽ ഇത് നമുക്ക് 5ാം സെമ്മിൽ തന്നെയാണ് 6ാം സെമ്മിൽ ഡിഗ്രി ടെസ്റ്റ്. അപ്പൊ അതും കൂടെ നമ്മൾ അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പേപ്പറുകളുണ്ട്. ആ പേപ്പറും കൂടെ അങ്ങേറ്റത്ത് അടുക്കി വെച്ചു കൊടുക്കുക. പക്ഷെ അങ്ങനെ നമ്മുടെ ഈ ടേബിളിൽ വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട കുറച്ച് പേനയും സാധനങ്ങളൊക്കെയാണ്. അത് നമ്മൾ അവിടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടാക്കാം. അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ മേശയിൽ പോവാം. പക്ഷെ അങ്ങനെ ഇപ്പുറത്തെ മേശ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്ന മേശ കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു റൂം മേക്കറിന്റെ വീഡിയോ ഇടണ്ട, നാണക്കേടാണെന്ന്. അപ്പം
എന്നാലും ഞാൻ വീഡിയോ ചെയ്തിടുന്നതാണ്. കാരണം നമ്മളൊരു ചെയ്ത് വരുമ്പോൾ എങ്ങനത്തെ ലാസ്റ്റ് എങ്ങനെ ഡിസൈൻ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ വീഡിയോ കാണുന്നത് മാക്സിമം സപ്പോർട്ട് കൊണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ കാണുന്ന മേശയാണ്. അപ്പൊ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മളങ്ങനെ ഈ കാണുന്ന ടേബിളും നമ്മൾ ഒതുക്കി കേട്ടോ. നമ്മൾ ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ ബുക്കല്ല വെച്ചേ. അപ്പൊ നമുക്ക് ഒരു കീബോർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ കീബോർഡ് ഇങ്ങോട്ടാക്കാം കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. അതൊന്നും എന്റെ അല്ല, വേറെ ആളെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോ നമുക്ക് ആ കീബോർഡ് ഇങ്ങോട്ട്, രണ്ട് കീബോർഡും ഇങ്ങോട്ടാക്കാം. പക്ഷേ പറയാം, നമ്മളങ്ങനെ കീബോർഡ് എല്ലാം ഇങ്ങോട്ടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ട് ടേബിൾ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അറിയിച്ചാൽ മതി. നമുക്ക് ഈ റൂം ഒന്ന് പെയിന്റ് അടിക്കണം, അതൊക്കെ പിന്നെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് റൂം മേക്ക് ഓവർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ രണ്ട് മേശ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കട്ടിലോട്ടാണ് കേട്ടോ, നമ്മുടെ ബെഡിലോട്ടാണ്. അപ്പൊ ബെഡിൽ കുറച്ച് സംഭവം കിടപ്പുണ്ട്, അങ്ങോട്ട് അതും കൂടെ മാറ്റുമ്പോൾ സംഭവം കിടക്കാറ്റിയാവും. ഇങ്ങനെ നമ്മുടെ രണ്ട് മേശയിലുള്ള പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ബെഡിലോട്ടാണ് കേട്ടോ. ആദ്യമേ നമ്മുടെ കയ്യിൽ കിട്ടിയത് നമ്മുടെ സ്പീക്കറാണ് കേട്ടോ. ഗോവോസ് അങ്ങോട്ടെന്ന് പറയുന്ന സ്പീക്കറാണ്. അപ്പോൾ ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് കാണണം കേട്ടോ. കിടക്കാറ്റ് സാധനമാണ്. അപ്പൊ ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ, അതാകുമ്പോൾ പാട്ടിടുമ്പോൾ കിടക്കുമ്പോൾ കേൾക്കാമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് മാറ്റാനുള്ളത് ഈ ക്ലോക്ക് എന്തായാലും നമുക്ക് റാക്കിന്റെ മുകളിൽ കയറ്റാം. അപ്പൊ അതെന്തായാലും മാറ്റട്ടെ. അപ്പൊ എന്തായാലും ഈ കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റിയിട്ട് വരാം. പക്ഷെ അവരെ അങ്ങനെ അലങ്കോലായി കിടന്ന് നമ്മുടെ ബെഡ് നമ്മളിപ്പം ഇങ്ങനെ കിടക്കാൻ പരുവത്തിൽ നമ്മൾ സെറ്റാക്കി എടുത്തേട്ടാ. അങ്ങനെ നമ്മുടെ മേശ റെഡിയായി. അപ്പൊ കുറച്ച് സാധനങ്ങൾക്ക് അവിടെ ഇരിക്കട്ടെ, അതിപ്പോ മാറ്റം പരിധീനെ റെഡിയാകും. അപ്പൊ നമ്മുടെ കട്ടിലെ റെഡിയായി, അവിടെ റെഡിയായി, എവിടെ റെഡിയായി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ബാക്കിയുള്ള മാറ്റിയിട്ട് നമുക്ക് ഇവിടെ തറയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ വരെ അങ്ങനെ നമ്മുടെ മേശത്തോട്ടിരുന്ന ബാക്കി സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവം മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കട്ടിലും കൂടെ മാറിയപ്പം എന്തുകൊണ്ട് സൂപ്പർ ആയില്ലേ, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പൊ ചെയ്തു വന്നപ്പോ. അപ്പൊ നമുക്ക് അങ്ങനെ ഇന്ന് ചെയ്യാനുള്ളത് ഈ തറ ഭാഗം മൊത്തം ഒന്ന് തൂക്കുക, വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക. അപ്പൊ നമ്മുടെ റൂം മേക്ക് ഓവർ ഏകദേശം അങ്ങ് അവസാനിക്കും കേട്ടോ. നമുക്ക് എന്തായാലും ഈ കാണുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഈ കസാര ഒന്ന് മാറ്റി, ഇവിടെ എല്ലാം കുറച്ച് പേപ്പർ കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റി ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോവാം. മനുഷ്യന്മാരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ റൂം എത്രത്തോളം വൃത്തിയായിരുന്നു. കാരണം നമ്മളെ കട്ടിൽ ഒതുക്കി, ഈ സൈഡ് ഒതുക്കി, എന്നിട്ട് ഇവിടെ എന്റെ കസാരയാക്കി, ആരെങ്കിലും വേണമെങ്കിൽ ഇരിക്കാമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ സൈഡ് നമ്മൾ പഠിക്കാനായിട്ട് ടേബിൾ ഒതുക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ഇരിക്കുന്ന അത്രയും ഭാഗം മാത്രം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് സെറ്റ് ചെയ്താൽ ഈ റൂം പക്ക ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ചെയ്യാം. എന്തായാലും ഞാൻ എത്രയും ചെയ്തതിന് ഞാൻ മൊത്തത്തിൽ കടന്നു കേട്ടോ ഗൈസ്. എന്തായാലും അതും കൂടെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. മറ്റേ ഞാൻ പറഞ്ഞത് ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് സൊമാറ്റോയുടെ ബാഗ് ഇരിപ്പുണ്ട്. അതിന്റെ ഇപ്പുറത്ത് നമ്മൾ പഠിക്കുന്ന മാപ്പുകളാണ്, അതെല്ലാം അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ റൂം ഏകദേശം ഒന്ന് ക്ലീൻ ആവും. അപ്പൊ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ സ്വിഗ്ഗിക്ക് കൊണ്ടുപോകുന്ന ബാഗാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് വേറെ ഒന്നുമില്ല, മറ്റേ ബാഗിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ അവർ കസേര അടിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് അതിന്റെ അടിയിൽ തന്നെ വെക്കാം. പൈസ 130 രൂപ ഗൈസ്, ഞാൻ പോലും അറിഞ്ഞില്ല ഗൈസ്. ഇനി ചില്ലറ കിടക്കുന്നു. എന്തുകൊണ്ടും കൊള്ളാം കേട്ടാ. ഇത് നമ്മുടെ വേൾഡ് മാപ്പാണ് കേട്ടോ. ഇത് വേൾഡ് മാപ്പ്, ഇത് കേരള മാപ്പ്. പഠിക്കാൻ വേണ്ടി വെച്ച് ഒതുക്കിയത് കൊണ്ട് മാറ്റിയതാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം ഗൈസ്. ഇതിന്റെ അകത്തും പൈസ. അപ്പൊ മൊത്തം 130, 150 രൂപ കേട്ടാ. എന്തുകൊണ്ടും കോളടിച്ച്. എങ്ങനെ കിടന്ന റൂമല്ലേ. ഇപ്പൊ നമ്മൾ ഒതുക്കിയപ്പോ ഏകദേശമൊക്കെ ഒതുങ്ങി അത്യാവശ്യം കാണാൻ ഭംഗിക്കുള്ള റൂമായല്ലേ. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല, അത് മൊത്തം പൊരിഞ്ഞ ഒരു ചെലവ്. ഇതൊക്കെ നമുക്ക് ബാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് സെറ്റ് ആൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം, പേടിക്കണ്ട. അപ്പൊ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം ഒന്ന് ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്ന രണ്ട് മേറ്റ് അത് നമുക്ക് ഇവിടെ ഒന്ന് വിരിക്കാം കേട്ടോ. അതാകുമ്പോ കാണാൻ സൂപ്പറായിട്ട് ഇരിക്കും. നമുക്ക് എന്തായാലും ഈ കാണുന്ന രണ്ട് മേറ്റില്ലേ, നമുക്ക് ഇവിടെ ഇങ്ങനെ വിരിച്ചു കൊടുത്താലോ. കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടാ. ഞാൻ ഇവിടെ വിരിച്ചിട്ടിരുന്നതാണ്, കൊള്ളാങ്കി ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാം. കൊള്ളാങ്കി നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ കമന്റ് ബോക്സിൽ. എന്തിനായാലും ഇതൊക്കെ സൂപ്പർ അല്ലേ റൂം മേക്ക് ഓവർ എന്നൊക്കെ പറയണത്.
അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം ഒന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒന്നും കൂടി ഇട്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാൻ ഇടാനില്ലെങ്കിൽ മാറ്റാം. അങ്ങനെ നമ്മൾ ഇടുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ തിരിഞ്ഞൊക്കെ ഇരിക്കും, നിങ്ങളത് കാര്യമാക്കണ്ട. നമുക്ക് എന്തായാലും ഞാൻ തളർന്നു വെച്ചാൽ മതി, അതാണ് കാര്യം. എന്തായാലും നമ്മൾ അതിന് ഇട്ടിട്ടുണ്ട്. ഒരു മാറ്റായിട്ട് കിടക്കട്ടെ ഇവിടെ. എന്തായാലും നമ്മൾ അവരെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. കൊള്ളൂലല്ലേ കാണേ? വേണ്ട അജാമരെ കൊള്ളൂല, വേണ്ട. എന്തായാലും മടക്കി അങ്ങ് മാറ്റാം. മടക്കി അങ്ങ് കൊള്ളൂല അത് കാണാൻ. മച്ചാമാരെ അങ്ങനെ നമ്മുടെ റൂമിന്റെ പരിപാടി ഏകദേശം തീർന്നേട്ടോ. ഏകദേശം അല്ല, അങ്ങ് തീർന്നു. കാരണം ഞാനും തളർന്നു, പരിപാടി തീർന്നു കേട്ടാ. ഇനി എന്തായാലും ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് അറിയിക്കുക കേട്ടോ. അത്രയും പാടുപെട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ, നമുക്ക് മോണിറ്റൈസ് ഒക്കെ ആക്കി നമുക്ക് ഒരു ചാനലൊക്കെ വെട്ടിയെടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്റെ പൊന്നു വച്ചാമാരെ, നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തപ്പോ ഇവിടെ കിടന്ന മേശ ഇപ്പൊ കാണാനില്ല, അതോ അങ്ങാക്കി. അതുപോലെ തന്നെ അവിടെ കിടന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. കട്ടില് നമ്മൾ അത് ഒതുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന സൈഡിൽ കിടന്ന എല്ലാം വൃത്തിയാക്കി ഈ മേശ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഓൾ ഔട്ട് മനസ്സിലായി കാണും ഈ റൂം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്നത്തെ റൂമിന്റെ പരിപാടി നമ്മളിവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ പറ്റുന്നത് പോലെ കാണിച്ചു തരാം. കാരണം ഇവിടെ കിടന്ന ടേബിൾ ഇവിടെ മാറ്റിയപ്പോ ഇവിടെ എത്ര വൃത്തിയായി, അവിടെ കിടന്ന എല്ലാം മാറ്റി അവിടെ ടേബിൾ ആക്കിയപ്പോ അവിടെ എത്ര വൃത്തിയായി. കണ്ടല്ലോ, ഞാൻ മാക്സിമം കാണിച്ചു തരാൻ നോക്കാം. കണ്ടോ ഇവിടെ എത്ര കണ്ടോ, നല്ല സൂപ്പർ ആയിട്ട് നല്ല കിടക്കാച്ചി ആയിട്ടില്ലേ. നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് അറിയിക്കണം കേട്ടോ. വേണ്ട, നമ്മള് റൂം മൊത്തം നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇനിയും നല്ല 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 വീഡിയോസ് ആയിട്ട് ആൻഡോ വ്ലോഗ് എന്ന ചാനൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കണ്ടല്ലോ, ഇവിടെ എല്ലാം നമ്മൾ ഫുള്ള് ഒതുക്കി നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.